നിർത്തുക നിങ്ങളുടെ തോന്നിയാസം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ പരാമർശത്തിൽ ജി സുധാകരനെ വിമർശിച്ച് CPM നേതാക്കൾ. അപ്പൊ അവന്മാർ പിന്നെ നാടക കളിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. ജി സുധാകരനെതിരെ പലപ്പോഴായി പാർട്ടിക്ക് കിട്ടിയ പരാതികളുടെ സൂചനകൾ പുറത്തുവിട്ടാണ് പ്രതിരോധം. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ജി സുധാകരൻ പാഷാണം വർക്കിയെന്നും അവസരവാദിയാണെന്നും CB ചന്ദ്രബാബു. രാഷ്ട്രീയ കോമാളിയായ സുധാകരന് പിണറായിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് H. സലാം ചോദിച്ചു. ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. പാർട്ടിയെയും നേതാക്കളെയും നിരന്തരം അധിക്ഷേപിക്കുമ്പോൾ കാണിക്കുന്ന അവധാനത ദൗർബല്യമെന്ന് കരുതേണ്ടെന്ന് അമ്പലപ്പുഴ മുൻ MLA H. സലാമിന്റെ മുന്നറിയിപ്പ്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് സുധാകരന്റേതെന്നും ചന്ദ്രബാബു ഫേസ്ബുക്കിൽ ആരോപിച്ചു. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. നനഞ്ഞ കോഴി പിണറായി വിജയനെതിരായ നനഞ്ഞ കോഴി പരാമർശമാണ് CPM നേതാക്കളെ പ്രകോപിപ്പിച്ചത്. ഭയങ്കരം തന്നെ. പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാത്തത്. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. സ്ഥാനാർത്ഥി അല്ലാതിരുന്നിട്ടും 2021 എന്തിനാണ് ജി സുധാകരൻ ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടത്തിയെന്ന ചോദ്യവും സലാം ഉയർത്തി. എത്ര ലക്ഷം രൂപ പിരിച്ചെടുത്തെന്ന കണക്ക് സുധാകരൻ വ്യക്തമാക്കണം. അങ്ങനെ വേണോ? കൊല്ലത്ത് നിന്ന് പ്രവർത്തന മണ്ഡലം ആലപ്പുഴയിലേക്കാക്കാൻ പാർട്ടി നിർദ്ദേശത്തിന്റെ കാരണം പറയിക്കരുതെന്നും H. സലാം ഫേസ്ബുക്കിൽ കുറിച്ചു. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? സുധാകരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ വെറും തട്ടിപ്പെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലഗംഗാധരൻ. 2021 തെരഞ്ഞെടുപ്പിൽ അരൂരിലെ കയറ്റുമതിക്കാരിൽ നിന്ന് ജി സുധാകരൻ പണം പിരിച്ചെന്നും രസീത് പോലും നൽകിയില്ലെന്നും ചന്ദ്രബാബു തുറന്നടിച്ചു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ഇതൊന്നും ആരും അറിയില്ലെന്ന മനോഭാവം വേണ്ടെന്നും ചന്ദ്രബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. പതിവ് പോലെ ആരോപണങ്ങളോട് മൗനമാണ് ജി സുധാകരന്. ഐഡിയ വേണം, ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന നിലപാട്. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്തുകൊണ്ട് തോറ്റു നമ്മൾ, എന്തുകൊണ്ട് തോറ്റു?